മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടയാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം. മണ്ഡലം രൂപീകൃതമായതിനു ശേഷം മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ മാത്രമാണ് ലോക്സഭയിൽ എത്തിയിട്ടുള്ളത്. 2004 മഞ്ചേരി മണ്ഡലമായിരിക്കെ ടി.കെ. ഹംസ നേടിയ അട്ടിമറി വിജയമാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ. പാർലമെന്ററി രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഇ.ടി. മുഹമ്മദ് ബഷീറും കന്നി അംഗക്കാരനായ വി വസീഫും തമ്മിലാണ് മലപ്പുറത്തെ ഇത്തവണത്തെ പോരാട്ടം. UDF-ന് വ്യക്തമായ സ്വാധീനമുള്ള നിയമസഭാ മണ്ഡലങ്ങൾ പൂർണ്ണമായും UDF-ന്റെ കൈവശമുള്ള മണ്ഡലത്തിൽ ഇത്തവണ അട്ടിമറി വിജയമുണ്ടാകുമെന്നാണ് LDF ക്യാമ്പിന്റെ പ്രതീക്ഷ. മുസ്ലിം ന്യൂനപക്ഷത്തിന് സ്വാധീനമുള്ള മണ്ഡലത്തിൽ ന്യൂനപക്ഷ വിഷയങ്ങൾ തന്നെയാണ് പ്രധാന തെരഞ്ഞെടുപ്പ് ചർച്ച. CAA അടക്കമുള്ള വിഷയങ്ങളിൽ സ്ഥാനാർത്ഥികളുടെയും മുന്നണികളുടെയും നിലപാടുകളും വിലയിരുത്തപ്പെടും. പരമ്പരാഗത മുസ്ലിം ലീഗ് വോട്ടുകളുടെ സ്വാധീനവുമാണ് മണ്ഡലത്തിലെ വിജയത്തെയും ഭൂരിപക്ഷത്തെയും നിർണ്ണയിക്കുക. ഇടതുപക്ഷത്തിന് വലിയ സാധ്യതയുള്ള മണ്ഡലമല്ലെങ്കിലും LDF സ്ഥാനാർത്ഥി വി വസീഫ് പ്രചരണ രംഗത്ത് സജീവമാണ്. മുസ്ലിം ലീഗിന്റെ പരമ്പരാഗത രീതിക്കൊപ്പം എത്താൻ ഇടതുപക്ഷത്തിനും കഴിയുന്നുണ്ട്. DYFI സംസ്ഥാന പ്രസിഡന്റിനെ പാർലമെന്റിൽ എത്തിക്കാനായി വിദ്യാർത്ഥികളും യുവാക്കളും അഹോരാത്രം പണിയെടുക്കുന്നു. പ്രചരണ രംഗം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴുള്ള സാധ്യതകളാണ് വിലയിരുത്തുന്നത്. UDF-ന് വ്യക്തമായ സ്വാധീനമുള്ള മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി വസീഫിന് അനുകൂലമാകുന്ന ചില ഘടകങ്ങളുണ്ട്. എന്തൊക്കെയായിരിക്കും മണ്ഡലത്തിൽ വസീഫിന് അനുകൂലമാകുന്ന ഘടകങ്ങൾ? ഏറ്റവും ഒന്നാമത്തെ വസീഫിന് അനുകൂലമാകുന്ന ഘടകം എന്നുള്ളത് വസീഫിന്റെ പ്രായം തന്നെയാണ്. യുവത്വം എന്നുള്ളതാണ്. CPM-ന്റെ മൊത്തം പ്രചരണത്തിൽ ഈ യുവത്വം നയിക്കട്ടെ എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തേത് CPM-ന്റെ സംഘടനാ രീതിയാണ്. മലപ്പുറം പോലെയുള്ളൊരു മണ്ഡലത്തിൽ അവർ സാധാരണ നടത്തുന്നതിനേക്കാൾ കവിഞ്ഞ ഒരു പ്രചരണമുണ്ട്. പ്രത്യേകിച്ച് വസീഫ് DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയ്ക്ക് വിദ്യാർത്ഥികളും യുവാക്കളും ഈ പ്രചരണ രംഗത്ത് വലിയ തോതിൽ സജീവമായി രംഗത്തുണ്ട്. അതോടൊപ്പം തന്നെ ഈ ന്യൂനപക്ഷ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും എല്ലാം എടുക്കുന്ന വിഷയങ്ങളും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് CPM-ഉം LDF-ഉം കരുതുന്നു. UDF സ്ഥാനാർത്ഥി ഇ.ടി. മുഹമ്മദ് ബഷീറിനെ സംബന്ധിച്ച് ഈ മണ്ഡലത്തിന്റെ പൊതു സ്വഭാവം തന്നെയാണ് ഏറ്റവും അനുകൂലമാകുന്ന പ്രധാനപ്പെട്ട ഘടകം. ഇ.ടി. മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയ്ക്ക് പേരെടുത്ത വ്യക്തിയാണ്. പാർലമെന്റിലെ ഇടപെടലുകൾ, അദ്ദേഹത്തിന്റെ അറ്റൻഡൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ കൃത്യമായ ഇടപെടൽ നടത്തുന്ന വ്യക്തി. വളരെയധികം വർഷങ്ങളായി രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ്. ഇതെല്ലാം തന്നെ ഇ.ടി. മുഹമ്മദ് ബഷീറിന് അനുകൂലമാകുന്ന, അവരുടെ കോട്ടയിൽ അനുകൂലമാകുന്ന ഘടകങ്ങളായി നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ LDF സ്ഥാനാർത്ഥി വസീഫിന് നേരിടുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രതികൂലമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും പരിശോധിക്കുകയാണെങ്കിൽ? വ്യക്തിപരമായി വസീഫ് ഒരു മികച്ച കാൻഡിഡേറ്റ് ആണ്. ഇ.ടിയെ പോലെയുള്ള വലിയ പ്രഗത്ഭനായ ഒരു വ്യക്തിയോട് ഏറ്റുമുട്ടാൻ കഴിവുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഈ വ്യക്തിപരം എന്നുള്ളത് മാറ്റി നിർത്തി നമ്മൾ ഒരു മണ്ഡലത്തിന്റെ പൊതു സ്വഭാവം പരിശോധിക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിന് പരമ്പരാഗതമായി വോട്ട് വീഴുന്ന മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ ഇ.ടിയെ പോലെയുള്ള അനുഭവ സമ്പത്തിന്റെ ഒരു കുറവ് എന്നുള്ള ഈ ഒരു രണ്ട് ഘടകങ്ങളാണ് ഉള്ളത്. അത് വ്യക്തിപരം എന്നുള്ളതിനപ്പുറം ഒരു രാഷ്ട്രീയമായി നോക്കുമ്പോൾ നമുക്കതാണ്. അതോടൊപ്പം ഷബീർ, ഈ ഇ.ടി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, അദ്ദേഹത്തിന്റെ മുന്നിലുള്ളൊരു വെല്ലുവിളി എന്തൊക്കെയാണ്? അതായത് ഈ പറഞ്ഞതുപോലെ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിന് തടസ്സങ്ങളൊന്നുമില്ല. അദ്ദേഹം പൊതു സ്വീകാരനാണ്. വസീഫിനെ പോലെ തന്നെ പൊതു സ്വീകാരൻ. വ്യക്തിപരമായിട്ട് നമുക്കൊരു എതിർപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ അതേസമയം തന്നെ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം പൊന്നാനി മണ്ഡലത്തിൽ നിന്ന് മാറി മലപ്പുറത്തേക്ക് വരുമെന്ന് പ്രചാരണം കാര്യമായിട്ടുണ്ട്. അത് അവിടെ വികസനം നടത്താത്തത് കൊണ്ടാണെന്നുള്ള ആക്ഷേപമുണ്ട്. ഒരു പക്ഷേ വോട്ടർമാരെ സ്വാധീനിച്ചേക്കാം, നമ്മുടെ വോട്ടിനെ സ്വാധീനിച്ചേക്കാം. ോടൊപ്പം ഉള്ളത് മാധ്യമത്തിന്റെ ബ്യൂറോ ചീഫ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഷംസുദ്ദീൻ P ആണ്. ഈ CAA വിഷയം, അത് കഴിഞ്ഞ് റിയാസ് മൗലവി വിഷയം, ഇത് കൂടാതെ ഈ ചെറു പാർട്ടികൾ, ഇവരുടെയൊക്കെ ഒരു നിലപാടും അത് തെരഞ്ഞെടുപ്പിന് എങ്ങനെയായിരിക്കും ബാധിക്കുക? അതോടൊപ്പം തന്നെ ഈ സമസ്തയിലൊരു വിഭാഗം ഈ വസീഫിന് അനുകൂലമായി വോട്ട് ചെയ്യും എന്ന് പറയപ്പെടുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പേ ഉണ്ടായിരുന്ന പ്രധാന ഒരു ചർച്ച അതായിരുന്നു. സമസ്തയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ, ചെറിയ തർക്കങ്ങൾ, അതൊക്കെ
ഒരു പിന്നെ ഇടതുമുന്നണിക്ക് അനുകൂലമായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ട്രെൻഡ്, അങ്ങനെ സംസാരം അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴേക്കും മുസ്ലിം ലീഗ് അതിലൊക്കെ അത് സെറ്റിൽ ചെയ്യുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് ഒരർത്ഥത്തിൽ. പിന്നെ വന്നിട്ടുള്ള അജണ്ടകൾ നേരത്തെ പറഞ്ഞതുപോലെ പൗരത്വ നിയമം, അതുപോലെ തന്നെ ഈ റിയാസ് മൗലവിയുടെ കേസ്, ഇതൊക്കെ സത്യത്തിൽ ഇപ്പോൾ UDF അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് മുന്നിൽ കണ്ടിട്ടാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇടതുമുന്നണിയുടെ നേതാക്കൾ മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ ആക്രമണം കോൺഗ്രസ്സിന് നേരെ ഉയർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വിഷയത്തിലൊക്കെ തന്നെ എല്ലാ വിഷയത്തിലും അവർ CAA ആണ് മുന്നോട്ട് വെക്കുന്നത്. അത് മലപ്പുറത്തുള്ള വോട്ടും കൂടെ അതിലൊരു ലക്ഷ്യമാണ്. കാരണം മലപ്പുറത്ത് പരമാവധി വോട്ട് പിടിക്കുക എന്നുള്ളത് ഇടതുമുന്നണിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് വസീഫിനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങോട്ട് പരസ്യമായി തന്നെ പൊതുവേദികളിൽ PK കുഞ്ഞാലിക്കുട്ടി തന്നെ നേരിട്ട് വന്നതാക്കുന്നുണ്ട്. അതൊക്കെ എങ്ങനെയായിരിക്കും? അതായത് ഈ യുദ്ധമുഖത്ത് പിന്നെ ഒന്നും മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റ് തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിച്ചാൽ അത് തിരിച്ചടിയാവുന്നുള്ളത് ലീഗ് മനസ്സിലാക്കുന്നുണ്ട്. അതായത് മുഖ്യമന്ത്രി ആദ്യം തന്നെ ഇവിടെ വന്ന പൗരത്വ റാലിയിൽ വളരെ ശക്തമായ ആക്രമണമാണ് കോൺഗ്രസ്സിന് നേരെ നടത്തിയിരുന്നത്. കോൺഗ്രസ്സിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു റാലിയായിരുന്നു സത്യത്തിലത്. BJPക്കെതിരെ സംസാരിച്ചെങ്കിലും അപ്പോൾ അതിനൊക്കെയുള്ള മറുപടി ആയിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കുഞ്ഞാലിക്കുട്ടി രംഗത്ത് വരുന്നത്. കോഴിക്കോട്ട് മുഖ്യമന്ത്രി ഒരു വാർത്താ സമ്മേളനം നടത്തി റിയാസ് മൗലവി വിഷയത്തിൽ പ്രസ്താവന നടത്തുന്നു, വിശദീകരണം നൽകുന്നു. അതിന് തൊട്ട് പിന്നാലെ വന്ന് കുഞ്ഞാലിക്കുട്ടി തിരുരങ്ങാടിയിൽ ചെന്നിട്ട് വളരെ ശക്തമായ ഭാഷയിൽ മുഖ്യമന്ത്രിക്ക് മറുപടി പറയുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നീടുള്ള ഓരോ ഘട്ടത്തിലും മുഖ്യമന്ത്രി തിരിച്ചും കുഞ്ഞാലിക്കുട്ടി ഇപ്പുറത്ത് നിന്നിട്ടും ഒരു വാക്പോര് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. സത്യത്തിൽ അത് അണികളെ സംബന്ധിച്ച്, മുസ്ലിം ലീഗ് അണികളെ സംബന്ധിച്ച് വലിയ ആവേശം പകരുന്നൊരു കാര്യം കൂടിയാണ്. പിന്നെ റിയാസ് മൗലവി വിഷയം വളരെ ശക്തമായി പറയുന്നതോടുകൂടിയിട്ട് സമസ്തയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ മറയ്ക്കാനും മായ്ക്കാനും ഇവർക്ക് സാധിക്കുന്നുണ്ട്. അതാണ് ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇത്തവണ മലപ്പുറം മണ്ഡലത്തിൽ പ്രത്യേകിച്ചും CAA എന്നത് ഒരു പ്രധാന ചർച്ചാ വിഷയമല്ലേ? അതിൽ ഇടതുപക്ഷവും അതുപോലെ തന്നെ UDFും പ്രത്യേകിച്ച് മുസ്ലിം ലീഗും ഏതാണ്ട് ഒരേപോലെയുള്ള ഒരു സമീപനമാണ്. അതിൽ വോട്ടർമാരുടെ ഒരു നിലപാട് എന്താണെന്ന് തോന്നുന്നു? സാജിദ് പറഞ്ഞ പോലെ CAA വിഷയം മലപ്പുറം പോലത്തെ ഒരു മണ്ഡലത്തിൽ പ്രധാന ചർച്ചയാകും, പ്രത്യേകിച്ച് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. കാരണം ഇത്തരം നിയമങ്ങൾ, കേന്ദ്ര നിയമങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര ഇടപെടലുകൾ, നടപടികൾ, ഇതിലെല്ലാം തന്നെ പ്രതികരിക്കേണ്ടതും അതിനെതിരെ സംസാരിക്കേണ്ടതെല്ലാം പാർലമെന്റിനകത്താണ്. അപ്പം അത്തരം വിഷയങ്ങൾ സ്വാഭാവികമായിട്ടും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. ഈ CAA വിഷയത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഇടപെടലുകൾ സ്വാഭാവികമായിട്ടും വോട്ടർമാർ വിലയിരുത്തും. അതോടൊപ്പം തന്നെയാണ് സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ CAA പോലത്തെ ഒരു നിയമത്തിൽ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ ആദ്യമായി പ്രതികരിക്കുകയും അതിനെതിരെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു സംഗമമൊക്കെ സംഘടിപ്പിക്കുന്നത് CPM ആണ്. അത് കൃത്യമായ ഒരു രാഷ്ട്രീയ സന്ദേശമാണ്. ഈ വിഷയത്തിൽ CPM ഇടപെടുന്നു എന്നൊരു സന്ദേശം നൽകുന്നു. കോൺഗ്രസ് ഇടപെട്ടില്ല എന്നല്ല, പക്ഷേ തുടക്കത്തിൽ സജീവമായി ഇടപെടുകയും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്നൊരു സന്ദേശം കൊടുക്കാനും CPM ശ്രമിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് അവരുടെ വിലയിരുത്തൽ. സജിത്, അതോടൊപ്പം തന്നെയാണ് ഈ സമീപകാലത്ത് സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്നു വന്ന പലവിധ വിഷയങ്ങളുണ്ട്. റിയാസ് മൗലവി വധമടക്കമുള്ള, അതിലെ വിധി അടക്കമുള്ള വിഷയങ്ങൾ. അത് മലപ്പുറം പോലത്തെ ഒരു മണ്ഡലത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു വികാരം ഉണ്ടാക്കാൻ സാധ്യതയില്ല. തീർച്ചയായിട്ടും ഉണ്ട്. ഈ CAA വിഷയത്തിലൊക്കെ കൃത്യമായ നിലപാടെടുക്കുകയും വിവിധ പരിപാടികൾ നടത്തുകയും ചെയ്തു. എന്നാൽ റിയാസ് മൗലവി കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷനും പോലീസിനും വലിയ വീഴ്ച സംഭവിച്ചു, ആ കാര്യത്തിൽ സർക്കാരിന് വലിയ ജാഗ്രത കുറവുണ്ടായി എന്നൊരു തോന്നലുണ്ടാവുകയും അത് തീർച്ചയായും തെരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ മനസ്സിൽ കൃത്യമായ കാര്യമുണ്ട്. അത് തീർച്ചയായിട്ടും ഈ വോട്ടർമാരെ ഒരു ചെറിയ രീതിയിലെങ്കിലും ബാധിക്കുമെന്നതിൽ സംശയമില്ല. ചെറു പാർട്ടികളുടെ സാന്നിധ്യമാണ്. ഈ ചെറു പാർട്ടികളുടെ സാന്നിധ്യം പറയുമ്പോൾ അതിൽ ഏറ്റവും എടുത്തു പറയുന്നത് SDPI, വെൽഫെയർ പാർട്ടി അടക്കമുള്ള പാർട്ടികൾ. SDPI തവണ UDFന് പിന്തുണ പ്രഖ്യാപിച്ചു. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ആ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്. UDF നേതാക്കൾ എന്ന് പറയാൻ കഴിയില്ല, കോൺഗ്രസ് നേതാക്കൾ ആ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട, അതിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് വിലയിരുത്തിയിട്ടാണ് ഒരു തീരുമാനത്തിലേക്ക് പോയത്.
അപ്പം കോൺഗ്രസ് നേതാക്കൾ വേണ്ട എന്ന് പറഞ്ഞ വോട്ട് മലപ്പുറം മണ്ഡലത്തിൽ ലീഗിന് തന്നെയല്ലേ കിട്ടാൻ സാധ്യത? ഈ ചെറു പാർട്ടികളുടെ സ്വാധീനം അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഈ പ്രഖ്യാപിച്ചിരിക്കുന്നത് SDPI ആണ്. ഈ UDF അത് വേണ്ട എന്ന് പറഞ്ഞാലും ഒരുപക്ഷെ ആ വോട്ട് UDF തന്നെ കിട്ടാനുള്ള സാധ്യതയാണ്. പ്രത്യേകിച്ച് മലപ്പുറം മണ്ഡലത്തിൽ ETക്ക് തന്നെ കിട്ടാനുള്ളൊരു സാധ്യതയാണ് ഉള്ളത്. അതെ, വെൽഫെയർ പാർട്ടി ഔദ്യോഗികമായി അവർ ആർക്ക് വോട്ട് ചെയ്യുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ മലപ്പുറം മണ്ഡലത്തിൽ ETക്ക് അനുകൂലമായ ഒരു തീരുമാനമെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും ഈ പറഞ്ഞതുപോലെ മുസ്ലിം ന്യൂനപക്ഷ പാർട്ടികളെല്ലാം, ഈ ചെറു പാർട്ടികളെല്ലാം തന്നെ ഒരു ഏകീകൃത സ്വഭാവത്തിലേക്ക് പോവുകയാണെങ്കിൽ അതും ഒരുപക്ഷെ UDFലേക്ക് മറിയാൻ സാധ്യത. ഈ പറഞ്ഞതുപോലെ ഇവരൊന്നും നിലപാട് പരസ്യമായിട്ട് പ്രഖ്യാപിക്കില്ല. അപ്പം പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ ഒരുപക്ഷെ ഇതൊക്കെ മാറി മറിയാൻ സാധ്യത. മറ്റ് കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണയുള്ളൊരു പ്രത്യേകത, ഈ സമസ്തയുടെ നിലപാട് എന്തായിരിക്കും? സമസ്ത ഒന്നിച്ചിപ്പോൾ LDFന് അനുകൂലമാണ് ആവാനുള്ള സാധ്യത വളരെ വിരളമാണ്. പക്ഷേ അതിൽ ഒരു വിഭാഗത്തിന്റെ വോട്ടെങ്കിലും സമാഹരിക്കാൻ കഴിയുമെന്ന് വസീഫ് LDFും പ്രതീക്ഷിക്കുന്നു. അത് എത്രത്തോളം പോകുമെന്നത് തീർച്ചയായിട്ടും ETയുടെ ഈ ഭൂരിപക്ഷത്തെയൊക്കെ ആശ്രയിക്കുന്ന ഒരു കാര്യമാണ്. ET ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് UDF ഉറച്ചു വിശ്വസിക്കുന്നു. ETക്ക് ജയം അവർ ഉറപ്പിക്കുന്നു. പക്ഷേ LDF ഒരു തരത്തിലും പ്രചരണത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല. വലിയ ആത്മവിശ്വാസം അവർക്ക് ഉണ്ട്. അത് ഈ TK ഹംസയൊക്കെ പറയുന്നത് 2004 ആവർത്തിക്കും എന്നുള്ളതാണ്. അത് ആവർത്തിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ഇടതുപക്ഷം സാധാരണയിൽ കവിഞ്ഞ ഒരു പ്രചരണം ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവസാനം വരെ നമുക്ക് കാത്തിരിക്കാം.